ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുഴിമന്തിയുടെ ടേസ്റ്റിലൊരു ബിരിയാണി ചോറാണ്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വളരെ എളുപ്പത്തിൽ രുചികരമായത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ തൊലി കളഞ്ഞ ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ബൗളിലേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ മീഡിയം എരിവിനുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എരിവും കൂടുതൽ സ്പൈസി ആവണമെന്നുള്ളവർക്ക് അതനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടാവുന്നതാണ്. കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങൾ മാരിനേറ്റ് ചെയ്ത് യോജിപ്പിക്കാം. അതുപോലെ തന്നെ ചിക്കൻ കഷ്ണങ്ങളും ഞാൻ വളരെ ചെറുതായിട്ടാണ് നുറുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പീസ് ആക്കണം എന്നുള്ളവർക്ക് അതനുസരിച്ച് ചിക്കൻ കഷ്ണങ്ങളുടെ വലിപ്പം കൂട്ടാവുന്നതാണ്. ഇനി ചിക്കൻ കഷ്ണങ്ങൾ മാരിനേറ്റ് ചെയ്തത് നമ്മളൊരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. 6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. ഈ പാത്രത്തിലേക്ക് നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അത്രയും ആ അരി വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ കൂടുതൽ ചേർക്കണം. അത് എന്തിനാണെന്ന് ഞാൻ പറയാം. ഗ്യാസ് ഓൺ ചെയ്ത് ഈ പാത്രം നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് ഇറക്കി വയ്ക്കാം. ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഒരു അരിപ്പപ്പാത്രം വയ്ക്കാം. ഈ പാത്രത്തിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് 15 മിനിറ്റ് വേവിച്ചെടുക്കണം. 15 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കൻ ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അടപ്പത്തുനിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാനുള്ള ചിക്കൻ സ്റ്റോക്ക് റെഡിയായി. ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ബേ ലീവ്സ്, ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം തക്കോലം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം നാരങ്ങ നീര് നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ബസ്മതി അരി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 ഗ്ലാസ് ബസ്മതി അരി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1/2 ഗ്ലാസ് വെള്ളം കൂടുതൽ ചേർത്ത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. 1/2 ഗ്ലാസ് വെള്ളം വറ്റി കാണും നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ. നമുക്ക് മൂടി വെച്ച് ഈ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും വെള്ളം വറ്റിയിട്ടുണ്ടാകും. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ചോറ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് ഗ്യാസ് ഓഫ് ചെയ്ത് അടപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് അധികം എണ്ണയൊന്നും ആവശ്യമില്ല. ഒരല്പം എണ്ണയുടെ ആവശ്യമുള്ളൂ. അത് നമുക്കതൊന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ചിട്ട് ഈ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത്
ഫ്രൈ ആയി കൊള്ളും. കാരണം നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അധികം ഇത് വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞാൽ മതി. ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് അടപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചോറും ചിക്കൻ കഷ്ണങ്ങളും ഒന്ന് സെർവ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ചോറാണ്. ശരിക്കും കുഴിമന്തിയുടെ തന്നെ ടേസ്റ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ചോറാണ്. കാരണം ഈ ചിക്കൻ സ്റ്റോക്കിൽ കിടന്ന് അരി വേകുമ്പോൾ ആ ചോറിലേക്ക് എല്ലാ ഫ്ലേവറും നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിന് കറിയൊന്നും വേണ്ട. നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ചോറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും പാചകം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ചോറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.